ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം 89 ഇന്നലെ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കേട്ടിട്ടുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. 6-ാം നൂറ്റാണ്ടിൽ റൊമാനോസ് ദ മെലഡിസ്റ്റ് ഒരാളുടെ പേരാണ് വലിയ നോമ്പിൽ പാടാൻ വേണ്ടി തെയോത്തോക്കസിനെ വാഴ്ത്തുന്ന ഒരു ലുത്തിനിയ ചിട്ടപ്പെടുത്തി 6-ാം നൂറ്റാണ്ടിൽ. ഞാൻ ഇന്നലെ പറഞ്ഞു, പൗരത്വ സഭകളിലാണ് ലുത്തിനിയ ആദ്യമായിട്ട് ഉണ്ടായത്. ആ ലുത്തിനിയുടെ രൂപമൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. 6-ാം നൂറ്റാണ്ടിൽ റൊമാനോസ് ദ മെലഡിസ്റ്റ് എന്ന് പറയുന്ന ഒരാൾ വലിയ നോമ്പിൽ പാടാൻ വേണ്ടി തെയോത്തോക്കോസ്, ദൈവവാഹക എന്ന് പറയുന്ന മറിയത്തെ വാഴ്ത്താൻ വേണ്ടി ഒരു ലുത്തിനിയ ചിട്ടപ്പെടുത്തി. മംഗളവാർത്തയുടെ തീയതി മാർച്ച് 25 ആയതിനാലും അതെല്ലാ വത്സരങ്ങളിലും വലിയ നോമ്പിനുള്ളിൽ വരുന്നതിനാലുമാണ് ഈ മരിയ സ്തുതി വലിയ നോമ്പിൽ പാടാൻ തീരുമാനിച്ചത്. മാർച്ച് 25 അത് മംഗളവാർത്ത തിരുനാളാണ്. അതെല്ലാ കൊല്ലം നോമ്പിനുള്ളിലാണ് വരിക. അപ്പോൾ നോമ്പിൽ ഈ മംഗളവാർത്ത തിരുനാൾ നോമ്പിനുള്ളിൽ വരുന്നത് കൊണ്ടാണ് പൗരത്വ സഭകളിൽ മാർച്ച് 25 ദുഃഖവെള്ളിയും ഒരേ ദിവസം വന്നാൽ, ലത്തീൻ സഭയിലാണെങ്കിൽ അത് ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് ആഘോഷിക്കുക. എന്നാൽ പൗരത്വ സഭകളിൽ ഈ ദുഃഖവെള്ളിയുടെയും മംഗളവാർത്തയുടെയും കർമ്മങ്ങൾ ഒരുമിച്ചാണ് ചെയ്യുക. അപ്പോൾ ഓരോ സഭയ്ക്കും അതിൻ്റെതായ ദൈവശാസ്ത്ര ആധ്യാത്മിക പാരമ്പര്യങ്ങളുണ്ട്. മാർച്ച് 25 മംഗളവാർത്തയായതിനാലും അത് നോമ്പ് കാലത്ത് വരുന്നതിനാലും അത് ചിലപ്പോൾ ദുഃഖവെള്ളിയാഴ്ച പോലും അങ്ങനെ സംഭവിക്കാം, ഒരുമിച്ച് വരാറുണ്ട് ഉണ്ടെങ്കിലും മംഗളവാർത്ത തിരുനാളായതുകൊണ്ട് അത് മറിയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ദൈവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, മറിയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് മരിയ സ്തുതി ചിട്ടപ്പെടുത്താൻ ഈ റൊമാനോസ് ദ മെലഡിസ്റ്റ് തീരുമാനിച്ചത്, അങ്ങനെ ചിട്ടപ്പെടുത്തിയത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, മംഗളവാർത്ത തിരുനാളും ഈ ദുഃഖവെള്ളിയും ഒരേ ദിവസം വരികയാണെങ്കിൽ രണ്ടിൻ്റെയും തിരുക്കർമ്മങ്ങൾ ഒരുമിച്ച് ചേർത്താണ് പൗരത്വ സഭകളിൽ ആചരിക്കുന്നത്. ലത്തീൻ സഭയിൽ ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞിട്ടേ ആഘോഷിക്കൂ. അപ്പോൾ ഏറ്റവും പരിശുദ്ധ തെയോത്തോക്കസിന് പ്രണാമം എന്ന വരി എന്നാണ് ഈ റൊമാനോസ് ചിട്ടപ്പെടുത്തിയ ലുത്തിനിയ അറിയപ്പെടുന്നത്. ഏറ്റവും പരിശുദ്ധ തെയോത്തോക്കസിന് പ്രണാമം, അങ്ങനെ ലുത്തിനിയ അദ്ദേഹം ചിട്ടപ്പെടുത്തി. 7-ാം നൂറ്റാണ്ടിലെ കോൺസ്റ്റാന്റിനോപ്പിൾ നഗരത്തെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചതിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് സെർജിയോസ് പാത്രിയാർക്കീസ് ഈ ലുത്തിനിയായിൽ, ഈ റൊമാനോസ് ഉണ്ടാക്കിയ ലുത്തിനിയായിൽ മറ്റ് ചില വാഴ്ത്തുമൊഴികളും കൂട്ടിച്ചേർത്തു. അതിനെ ഈ ലുത്തിനിയായെ വിപുലീകരിച്ചു. എന്നിട്ട് അതിനെ കുറച്ചുകൂടി ഒരു കീർത്തന രൂപത്തിലാക്കി. ഈ ഏറ്റവും പരിശുദ്ധ തെയോത്തോക്കസിന് പ്രണാമം എന്ന് റൊമാനോസ് ഉണ്ടാക്കിയ ലുത്തിനിയ കുറച്ചുകൂടി വാഴ്ത്തുമൊഴികൾ കൂട്ടിച്ചേർത്ത് വിപുലീകരിച്ച് കീർത്തന രൂപത്തിലാക്കി ഈ സെർജിയസ് പാത്രിയാർക്കീസ് കോൺസ്റ്റാന്റിനോപ്പിളിലെ അക്കാത്തിസ്റ്റ് കീർത്തനം എന്നാണ് അത് അറിയപ്പെടുന്നത്. അക്കാത്തിസ്റ്റ് എന്നതിനർത്ഥം എഴുന്നേറ്റ് നിന്ന് പാടുന്നത് എന്നാണ്. അക്കാത്തിസ്റ്റ് എന്നതിന് ഇരിക്കാതെ എന്നാണ് ആക്ഷരികാർത്ഥം. ഇരിക്കാതെ എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിന്ന്. അപ്പോൾ അക്കാത്തിസ്റ്റ് കീർത്തനം പറഞ്ഞാൽ ഈ ലുത്തിനിയ എഴുന്നേറ്റ് നിന്നാണ് പൗരത്വ സഭകളിൽ പാടിയിരുന്നത്, മുട്ടുകുത്തിയതല്ല. പൗരത്വ സഭകളിൽ പൊതുവെ മുട്ടുകുത്തുന്ന രീതിയില്ല. ഈസ്റ്ററിന് ആഘോഷിക്കാനായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന രീതിയാണ്. ജീവന്റെ പ്രതീകം എഴുന്നേറ്റ് നിൽക്കുന്നതാണ്. അങ്ങനെ എഴുന്നേറ്റ് നിന്ന് ഇരിക്കാതെ എഴുന്നേറ്റ് നിന്ന് പാടുന്ന ഒരു ലുത്തിനി ആയതുകൊണ്ടാണ് ഇതിനെ അക്കാത്തിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നീട് 9-ാം നൂറ്റാണ്ടിൽ ഈ കീർത്തനം വിശുദ്ധ ഫോത്തിയോസ് കുറച്ചുകൂടെ വിപുലമാക്കുകയും സപ്രയുടെ പ്രഭാത പ്രാർത്ഥനയുടെ ഭാഗമായി ചൊല്ലുകയും ചെയ്തു. അത് 9-ാം നൂറ്റാണ്ടിലാണ്. ഇതൊക്കെ പൗരസ്ത്യ സഭകളിലാണെന്ന് ഓർക്കണം. ഒരു ആമുഖവും 24 ശ്ലോകങ്ങളുമുള്ള ഒരു കവിതയാണ് അക്കാത്തിസ്റ്റ് കീർത്തനം. ഒരു ആമുഖവും 24 ശ്ലോകങ്ങളും. ഗ്രീക്ക് അക്ഷരമാലയിൽ 24 അക്ഷരങ്ങളാണ്. ആ 24 അക്ഷരങ്ങളുടെ ക്രമത്തിലാണ് ഈ ശ്ലോകങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പുരോഹിതൻ ശ്ലോകം ചൊല്ലുമ്പോൾ അൽമായ വിശ്വാസികൾ പ്രതിസ്പന്ദമായി ഇങ്ങനെ പറയും: ഹൈറേ നിംഫി അനിംഫെത്തേ, ഹൈറേ നിംഫി അനിംഫെഫ്തേ, അനിംഫെഫ്തേ, ഹൈറേ നിംഫി അനിംഫെഫ്തേ എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ അതിനർത്ഥം തന്നെ അറിയോ? മണവാളനില്ലാത്ത മണവാട്ടിയെ സ്വസ്തി, അല്ലെങ്കിൽ ആനന്ദിച്ചാലും. ഹൈറേ എന്ന് വെച്ചാൽ ആനന്ദിച്ചാലും. നിംഫി അനിംഫെഫ്തേ, മണവാളനില്ലാത്ത അനിംഫെഫ്തേ, നിംഫി മണവാട്ടിയെ, മണവാളനില്ലാത്ത മണവാട്ടിയെ സ്വസ്തി. ഹെയിൽ ഓ ഗ്രൂംലെസ് ബ്രൈഡ്, അല്ലെങ്കിൽ മണവാളനില്ലാത്ത മണവാട്ടിയെ ആനന്ദിച്ചാലും. റിജോയ്സ് ഓ ഗ്രൂംലെസ് ബ്രൈഡ് എന്നാണ് ഈ പ്രതിസ്പന്ദം. നോക്കുക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ എന്നൊന്നല്ലായിരുന്നു തുടക്കത്തിൽ.
മറിച്ച് സ്തുതിയാണ്, വാഴ്ത്തുകയാണ്. ഹൈറേ നിംഫി അനിംഫെഫ്തേ. ഓരോ ശ്ലോകം പുരോഹിതൻ ചൊല്ലുമ്പോഴും ജനങ്ങൾ ചൊല്ലും ഹൈറേ നിംഫി അനിംഫെഫ്തേ. മണവാളനില്ലാത്ത മണവാട്ടിയെ സ്വസ്തി, മണവാളനില്ലാത്ത മണവാട്ടിയെ ആനന്ദിച്ചാലും. അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. എല്ലാ ശ്ലോകത്തിനും മറുപടിയായി പാടുന്ന ഈ പ്രതിസ്തുതി പിന്നീട് അറിയപ്പെടാൻ തുടങ്ങിയത് ഹൈറേത്തിസ്മോയ് എന്നാണ്. ഹൈറേത്തിസ്മോയ്, അതായത് ഹൈറേ എന്നുള്ളത് പറയുന്നത് സ്തുതി അല്ലെങ്കിൽ സ്വസ്തി അല്ലെങ്കിൽ ആനന്ദിച്ചാലും. അപ്പോൾ ഹൈറേത്തിസ്മോയ് എന്നാണ് പിന്നീട് ഈ ലുത്തിനിയ അറിയപ്പെട്ടിരുന്നത്. ഈ മരിയ കീർത്തനത്തിൽ മംഗളവാർത്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പ്രതിപാദിക്കുന്നത്. കാരണം മാർച്ച് 25 ബന്ധപ്പെട്ട് ചൊല്ലിയിരുന്നതാണ്. മംഗളവാർത്തയുമായി മാത്രം ബന്ധപ്പെട്ട കാര്യങ്ങൾ. മാലാഖയുടെ മംഗളവാർത്ത, യോസഫിന്റെ സന്ദേഹം, ഈശോയുടെ ജനനം, പൗരസ്ത്യ നക്ഷത്രം, പൗരസ്ത്യ ജ്ഞാനികളുടെ സന്ദർശനം, ഈശോ ഈജിപ്തിൽ, മിശിഹായുമായി ശിമിയോന്റെ കൂടിക്കാഴ്ച, ഇതൊക്കെയാണ് ഇതിലത്തെ പ്രധാനമായിട്ടും ഈ ലുത്തിനിയായിലെ വിഷയങ്ങൾ. ഏറ്റവും പരിശുദ്ധ തെയോത്തോക്കസിന്റെ പ്രണാമം എന്ന ലുത്തിനിയായിലെ ചില വാഴ്ത്തുമൊഴികളും മരിയ സ്തുതിപ്പുകളും ദൈവശാസ്ത്രപരമായി എത്ര സമ്പന്നമാണെന്ന് കാണിക്കാൻ വേണ്ടി ഞാനെന്ന് പറയാൻ ആഗ്രഹിക്കുക. അതായത് ഭയങ്കര ബൈബിളിൽ ഇങ്ങനെ എന്താ പറയുക, ആറാടി നിൽക്കുന്ന ഒരു വലിയ സ്തുതിയാണ് ബൈബിളിലെ തിരുവചനത്തിൽ ആറാടി നിൽക്കുന്നത്. അതുകൊണ്ട് ഞാനതൊന്ന് അവതരിപ്പിക്കുക. രാജാവിൻ്റെ സിംഹാസനമേ ആനന്ദിച്ചാലും, ഞങ്ങളുടെ ആത്മാവിൻ്റെ തുറമുഖത്തെ ഒരുക്കിയവളെ ആനന്ദിച്ചാലും, ഭൗമികനായവനോടൊപ്പം സ്വർഗീയ മണ്ഡലം തുള്ളിച്ചാടാൻ ഇടയാക്കിയവളെ ആനന്ദിച്ചാലും, സൂര്യനെ വെളിപ്പെടുത്തിയ നക്ഷത്രമേ ആനന്ദിച്ചാലും, ദൈവം ഇറങ്ങി വന്ന സ്വർഗീയ ഗോവണിയെ ആനന്ദിച്ചാലും, കുഞ്ഞാടിൻ്റെയും ഇടയൻ്റെയും മാതാവേ ആനന്ദിച്ചാലും, ദൈവത്തിൻ്റെയും ലോഗോസിൻ്റെയും സക്രാരിയെ ആനന്ദിച്ചാലും, പറുദീസയുടെ കവാടങ്ങൾ തുറന്നവളെ ആനന്ദിച്ചാലും, തേജസ്സിൻ്റെ ഉടയാട അണിഞ്ഞവളെ ആനന്ദിച്ചാലും, കൃപാസമൃദ്ധിയുടെ ഫലപുഷ്ടിയുള്ള വിളനിലമേ ആനന്ദിച്ചാലും, തേനും പാലും ഒഴുകുന്ന വാഗ്ദാന ദേശമേ ആനന്ദിച്ചാലും. നിങ്ങൾക്ക് മനസ്സിലാകുന്നു, ഇതെല്ലാം ബിബ്ലിക്കലാണ്. ഓരോന്നിനെ കുറിച്ച് നമുക്ക് വിശദീകരിക്കാം. നമ്മൾ ഈ ലുത്തിനിയയിലെ ഓരോ വാഴ്ത്തുമൊഴികളെയും കുറിച്ച് നമ്മൾ ധ്യാനിക്കും. ഇപ്പം നമ്മൾ ചൊല്ലുന്ന ലുത്തിനിയ. അപ്പം നമുക്ക് ഇതിൻ്റെ കുറച്ചൊക്കെ വിശദാംശങ്ങൾ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വേദത്താളുകളിൽ അടിത്തറയിട്ട ദൈവശാസ്ത്രപരമായ വാക്ക് ചിത്രങ്ങൾ മറ്റുപയോഗത്തിന് മരിയസ്തുതി ചിട്ടപ്പെടുത്തിയത്. അപ്പോൾ സുന്ദരങ്ങളാണെന്ന് മാത്രമല്ല, വിശ്വാസത്തിൽ ആഴപ്പെടുത്തുന്നവയാണ്, ദൈവശാസ്ത്രമായി സമ്പന്നമാണ്. ഈ പ്രാർത്ഥനയൊക്കെ ചൊല്ലുമ്പോൾ തന്നെ നമ്മൾ ദൈവശാസ്ത്രം പഠിക്കുകയാണ്. അതാണ് ഈ ആരാധനക്രമത്തിൽ അടിസ്ഥാനപ്പെട്ട ആധ്യാത്മികതയുടെ ഗുണമെന്ന് പറയുന്നത്. ഇനിയും ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. മധുരമുന്തിരി വിളയുന്ന ശാഖയാണു നീ, ഗോതമ്പ് വിളയുന്ന നിലമാണു നീ, ഫലം ചൂടുന്ന വൃക്ഷമാണ് നീ. മറിയത്തോട് പറയാണ് ഇതൊക്കെ. അപ്പം നൽകുന്ന അൾത്താരയാണു നീ, വെള്ളം നൽകുന്ന പാറയാണു നീ, വരപ്രസാദം നൽകുന്ന മാമോദിസ തൊട്ടിയാണു നീ, കുഞ്ഞാടിനെ സംരക്ഷിക്കുന്ന ആട്ടിൻ തൊഴുത്താണ് നീ, നിധി സൂക്ഷിക്കുന്ന ഭണ്ഡാരമാണ് നീ, സാരഥി തെളിക്കുന്ന രഥമാണു നീ, ദിവസത്തിന്റെ ആഗമനം വിളിച്ചോതുന്ന ഉദയമാണു നീ, പറുദീസയുടെ വാതിൽ തുറക്കുന്ന താക്കോലാണ് നീ, രക്ഷയിലേക്ക് അടുപ്പിക്കുന്ന പാലമാണ് നീ, കർത്താവ് പാർക്കുന്ന കൂടാരമാണ് നീ, മണവാളനെ കാത്തിരിക്കുന്ന മണവറയാണ് നീ. ഇത്തരം സ്തുതിപ്പുകൾ ആരാധനക്രമത്തിലെ പ്രഭാത പ്രാർത്ഥന സപ്ര, ഉച്ചപ്രാർത്ഥന എന്താന, സന്ധ്യാപ്രാർത്ഥന റംഷ, നിശാപ്രാർത്ഥന ലലിയ എന്നിവയിൽ സംയോജിപ്പിച്ചാണ് പൗരത്യ സഭകളിൽ ഇപ്പോൾ പാടുന്നത്. അപ്പോൾ ഇതൊക്കെ ഇപ്പോഴും നമുക്ക് യാമപ്രാർത്ഥനയിൽ കാണാം. പക്ഷെ പണ്ടത് പൗരത്യ സഭകളിൽ നിലനിന്നിരുന്ന ലുത്തിനിയായിരുന്നു. എത്രയോ മനോഹരമാണിത്, എത്രയോ മനോഹരം. അപ്പം നൽകുന്ന അൾത്താരയാണ് നീ, അപ്പം എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവാണ്. വെള്ളം നൽകുന്ന പാറയാണ് നീ, വെള്ളം ജീവജലം പരിശുദ്ധാത്മാവ്, അത് വരുന്നത് യേശുവിൻ്റെ പാർശ്വത്തിൽ നിന്നാണ്. പക്ഷെ അത് ആ യേശുവിന് നൽകിയത് ആരാണ്? മറിയമാണ്. അങ്ങനെ ഓരോന്നും നമ്മൾ എടുത്തു കഴിഞ്ഞാലും ക്രിസ്തു കേന്ദ്രീകൃതമായിട്ട് മരിയസ്തുതികളാണ്, പരിശുദ്ധ റൂഹ കേന്ദ്രീകൃതമായിട്ട് മരിയസ്തുതികളാണ്, ബിബ്ലിക്കലാണ്, വേദത്താളുകളിൽ ആറാടി നിൽക്കുന്നതാണ്. ഇത്തരം ഈ സ്തുതിപ്പുകളൊക്കെ വെച്ച് മരിയ കീർത്തനങ്ങൾ ചിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് സംഗീതത്തിലൊക്കെ പരിചയമുള്ളവർ, ഇതൊക്കെ ചിട്ടപ്പെടുത്താൻ അറിയുന്നവർ ചെയ്താൽ ഗംഭീരമായിരിക്കും. അത് പരിശുദ്ധ കന്യകാമറിയത്തിനും ദൈവത്തിനും കൊടുക്കുന്ന നല്ല ഒരു സമ്മാനമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.